അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി അർബഅത്തുൻ യുബിഗുഹുമുല്ലാഹ്, 4 കൂട്ടക്കാരെ അള്ളാഹു ദ്വേഷിക്കട. അള്ളാഹു അങ്ങനെ അർസുണ്ട്. അതൊന്നു അൽ ബയ്യാഹുൽ ഹലാഫ്, കച്ചവടക്കാര. അയാൾ കള്ള സത്യത്തിട്ട് പാഞ്ഞാക്കടയിൽ കള്ള സത്യത്തിട്ട് പാഞ്ഞാക്കടയിൽ. വൽ ഫഖീറുൽ മുഖ്താൽ, ഒരു ഫക്കീറായ വ്യക്തി, ഒരു പാവത്തെ ആൾ, പക്ഷേ മുഖ്താലായിരിക്കും, ഭാരി കിബിറ, അഹങ്കാരി. ഫക്കീറായാൽ പിന്നെ അയാളുടെ എന്തും ഇല്ലാണ്ട്, കയ്യിലെന്തും ഇല്ലാണ്ടാകുമ്പോൾ അയാളത്തെല്ലാം താന്നിട്ട് ബഗ്ഗിട്ട് നടക്കണ്ടേ. പക്ഷേ അയാൾ അഹങ്കാരം, ഭയങ്കര അഹങ്കാരമുണ്ട്. വഷേഖുസാനി, അതുപോലെ ബയസ, പക്ഷേ അയാൾ വ്യഭിചാരി. ബയസായാൽ പിന്നെ വ്യഭിചാരത്തെ മേൽ ഇന്നും എന്തായിട്ട് ആശപ്പെട്ടിട്ടില്ല, വ്യഭിചാരക്കടയിൽ. അതുപോലെ വൽ ഇമാമുൽ ജായിർ, അക്രമിയായ ഭരണാധികാരി. ഇങ്ങനെയുള്ളതായ 4 ആൾക്കാരെ അള്ളാഹു ദ്വേഷിക്കടാണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ചൊല്ല് മറ അറാബിയുൻ ബിഷാത്തിൻ, ഒരു നാൾ പിന്നെ ഒരു ഗ്രാമീണവാസി, ഒരു ആൾ, അയാൾ ഒരാടുമായിട്ട് ഇങ്ങനെ പോയിട്ടിരുന്നു. അപ്പോൾ കുൽത്തു തബിഉഹ, അപ്പോൾ ഞാൻ കേട്ട ഈ ആട് നീ വിൽക്കുകയാണ് കേട്ടെ. ബിസലാസത്തി ദറാഹിമ, 3 ദിർഹം തൻ്റെ, 3 ദിർഹം പകരമായിട്ട് നീ ആടിനൊക്കെ തൻ്റെ കേട്ട്. അപ്പോൾ അയാൾ ചെന്നില്ല, വല്ലാഹ്, ഇല്ല വല്ലാഹി നാ അത് ബിക്കട ആടല്ല ആ ചെന്ത്. സുമ്മ ബാഹ, പിന്നെ നോക്കുമ്പോൾ അയാൾ വിത്തോണ്ടുണ്ട് വേറെ എനിക്ക്. അപ്പോൾ അതൊക്കെ താലിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നക്കത് ഭാരി ബേജാറായിത്ത്. എന്നിട്ട് സത്യം ചെന്ന് നാ വിൽക്കില്ലാണ്ട്, ഇപ്പോൾ നോക്കുമ്പോൾ വിത്തോണ്ടുണ്ട്. അപ്പോൾ ചെന്ന് അള്ളാഹിൻ്റെ ഹബീബ് ബാ ആഖിറത്തഹു ബി ദുനിയാ, അയാൾ ദുനിയാവ് പകര അയാൾ ആഖിറത്തെ ബിത്തിത്ത് ചെന്ന്. അപ്പോൾ ദുനിയാവിടെ പകരം ആഖിറത്തെ ബിത്ത് ചെന്നെങ്കിൽ കളവ് ചെന്നിട്ട്, അഥവാ വിൽക്കില്ല ചെന്നിട്ട് സത്യത്തിട്ട് പിന്നെ വിൽക്കുന്നത്, അത് ദുനിയാവിടെ ബദൽ ആഖിറത്തെ ബിത്ത പോലെ ആയിട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട വാസിലത്ത് ഇബ്നുൽ അസ്കാർ റളിയല്ലാഹു അൻഹു ചൊല്ലും കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു ഇലൈനാ വകുന്നാ തുജ്ജാറൻ, ഞങ്ങളെല്ലാവരും ബാനക്കാരായിട്ടിരുന്ന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ വന്ന് എന്നിട്ട് ചിന്തിയാ മഹ്ശറ തുജാർ, ഓ ബാനക്കാരെ, കച്ചവടക്കാരെ, ഇയ്യാക്കും വൽ കദിബ, നിങ്ങൾ കളവോട് ജാഗ്രത ആക്കണം, നിങ്ങൾ ബാനത്തിൽ കളവ് ചെല്ലണ്ട. അൽ ഹലിഫുൽ മുംഫഖത്തുൻ ലിസിൽഅതി മുംഹഖത്തുൻ ലിൽ കസ്ബി, നിങ്ങൾ പിന്നെ കളവ് ചെന്നിട്ട് സത്യത്തിട്ട് നിങ്ങളെ ചരക്കിടെ നിങ്ങൾ സേലാക്കുന്നത്, അത് വാസ്തവത്തിൽ ബർക്കത്തിൽ കുറേണ്ടതായിരിക്കും, ബർക്കത്തിൽ ഇല്ലാണ്ടാക്കുന്നത് കച്ചവടമായിരിക്കും. മേൽനോട്ടത്തിൽ കളവ് ചെന്നിട്ട് ബാനിയാക്കുമ്പോൾ നമുക്കതൊരു വലിയ ലാഭം പോലെ കാണും. പക്ഷേ ആ ലാഭത്തിൽ നിന്നിട്ട് നമുക്കൊന്നും നേടുകയാവില്ല, അതിൽ ബർക്കത്തില്ലാത്തത് കൊണ്ട് ആ കാശ് നമുക്ക് ഉപകാരത്തിൽ കിട്ടില്ല. അതേ സന്ദർഭത്തിൽ നേരെ ചെന്നിട്ടാകുമ്പോൾ ബാന്യത്തിൽ കൊറോടി പോലെ കാണും. അതേ സന്ദർഭത്തിൽ അതിൽ വലിയ ലാഭം നമുക്ക് കാണാൻ സാധ്യമാവും. അഥവാ ബർക്കത്തുണ്ട് ആ ഇതിൽ നേരെ ചെന്നിട്ട് ബാനിയാക്കിയതിൽ ബർക്കത്തുണ്ട്. നമുക്കതിൽ പിന്നെ അനാവശ്യത്തുക ഹോസ്പിറ്റലുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലവാക്കേണ്ട ആവശ്യമാണല്ലേ. കളവ് ചെന്നിട്ട് ബാനിയാക്കിയിട്ടാകുമ്പോൾ ചെമ്മ ലാഭം കിട്ടും, പക്ഷെ അതെല്ലാം ഇങ്ങനെ അനാവശ്യമായിട്ടും ഹോസ്പിറ്റലായിട്ട് ചിലവിടെ അവസ്ഥ ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. അതുപോലെ ഷേഖുസാനി, പിന്നെ ബയസായിട്ടും വ്യഭിചാറാക്കടെ, വേണ്ടാത്തത് ചെയ്യലേ, അത് അള്ളാഹു ഇഷ്ടപ്പെടില്ല. കാരണം ബയസായാൽ പിന്നെ മനസ്സിൽ അള്ളാഹുലേക്ക് തിരിക്കലല്ലേ നല്ലേ. ഒരാൾക്ക് ഒരു ജീവിതത്തിൽ അയാൾക്ക് ഒരു 60 വർഷം 70 വർഷമായിട്ട് ആയുസിക്കടെ, അപ്പോൾ ജീവിതത്തിലൊരു പിന്നെ മരിക്കട ആ സമയം മുറ്റായാൽ പിന്നെ, അഥവാ വയസ്സായാൽ പിന്നെ അയാൾ എന്താവും, അയാളെ മനസ്സിലെല്ലാം അള്ളാഹുലേക്ക് തിരിച്ചിട്ട് അയാളെ യൗവനകാലത്തുള്ള അയാളാക്കിയതായ ബടക്ക്
ഒരു പരിഹാരമാക്കിയിട്ട് ഇബാദത്തുള്ള അയാൾ എന്താക്കണം, അയാളെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പക്ഷേ ഇതൊന്നാണല്ല, പിന്നെ ബേസായപ്പോലും പിന്നെ ബെടക്കായിട്ട് പോകണ്ടേ. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ചൊല്ല്, കാന അഹ്ലുൽ മദീനത്തി ഇദാ ബലഗു 40 തഫറഗു ലിൽ ഇബാദത്തി. പിന്നെ മദീനത്തെ അഹ്ലുകാർ അങ്ങ് 40 വർഷത്തിൽ പിന്നെ അങ്ങ് ദുനിയാവിടെ യാറ പിന്നെ ശ്രദ്ധ അങ്ങ് നിന്നിട്ടില്ല. അങ്ങ് ഇബാദത്തുകായിട്ട് അങ്ങ് എന്താക്കിന്നാറ് അങ്ങനെ കംപ്ലീറ്റ് ശ്രദ്ധ അങ്ങനെ ഇബാദത്തിലായിട്ട് എനിക്ക്. അപ്പോൾ ഒരു മനുഷ്യക്ക് ആയുസ് ഒരു 60 വർഷം സാധാരണ ഇക്കടെ. അപ്പോൾ 40 വർഷം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പിന്നെ 2 ഭാഗം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഒരു ഭാഗം മാത്രമല്ല ഉള്ളേ. ആ ഒരു ഭാഗത്തിൽ യാറെ ഇബാദത്തും ആഖിറത്തെ സലാമത്ത് ബേനായിട്ട് യാറെ ആലോചന ആക്കണമല്ലാണ്ട് പിന്നെയും ദുനിയാവുടെ ചിന്തയിലായിട്ട് ജീവിക്കരുത്. അള്ളാഹു അത് ഇഷ്ടമല്ല. പിന്നെയും ദുനിയാവുടെ രസത്തും ദുനിയാവുടെ ആഡംബരത്തുമായിട്ട് ജീവിക്കരുത്. പടച്ചവർക്ക് വലിയ ഇഷ്ടാവില്ല. അള്ളാഹു അങ്ങനത്തെ ദ്വേഷക്കെടുണ്ട്. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 4 കൂട്ടക്കാരിൽ അള്ളാഹു നാളെ പെടുത്താതെ അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കട്ടെ. സാലിഹായ അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു നാളെ പെടുത്തുന്ന അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി.